ഹരി ഓം. ഖണ്ഡം 3 ഗിരിരാജഖണ്ഡം. അധ്യായം 2 ഗിരിരാജ മഹോത്സവ വർണ്ണന. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: ശ്രീകൃഷ്ണൻ വിവരിച്ച ഈ ഗിരിരാജ പൂജാവിധികൾ കേട്ട എല്ലാവരും വിസ്മയഭരിതരായി. തുടർന്ന് എല്ലാവരും ഗിരിരാജ പൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പൂജാദ്രവ്യങ്ങൾ കയ്യിലെടുത്ത് രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ട് അവർ ഗോവർദ്ധനത്തിന്റെ സന്നിധിയിലെത്തി. അപ്പോഴേക്കും രോഹിണിയും യശോദയും ഗർഗംഹർഷിയും അവിടെ എത്തിച്ചേർന്നു. വൃഷഭാനുവും നന്ദനും ഉപനന്ദനും പുത്രപൗത്രന്മാരോടൊപ്പം യജ്ഞസാമഗ്രികളുമായി അവിടേക്ക് വന്നു ചേർന്നു. അത്യന്തം മനോഹരമായ രഥത്തിൽ ആരൂഢയായി രാധയും അവളുടെ സഖിമാരും ഗോപികമാരും അവിടെ എത്തിച്ചേർന്നു. ലളിത, വിശാഖ, ചന്ദ്രാനന, രമ, വിരജ, മായ, കൃഷ്ണ, ജാൻവി എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം അഷ്ടസഖികളും ഷോഡശ സഖികളും ദ്വാത്രിംശ സഖികളും സന്നിഹിതരായിരുന്നു. മിഥിലാവാസിനികളും കോസല പ്രദേശവാസിനികളും അയോധ്യാപുര നിവാസിനികളും അവിടെ എത്തിയിരുന്നു. ശ്രുതിരൂപകളും ഋഷിരൂപകളും യജ്ഞസിതാസ്വരൂപകളും ചേർന്ന ഒരു വിശാല സമൂഹം ആ സ്ഥലത്തെ ഭംഗിയാർന്നതാക്കി. വൈകുണ്ഠവാസിനി ദേവിമാരും ഊർധ്വവൈകുണ്ഠവാസികളും ശ്വേതദ്വീപ നിവാസികളും ധ്രുവലോകത്തെയും ലോകാലോകത്തെയും നിവാസികളും ഗോവർദ്ധന പൂജയ്ക്കായി അവിടെ സന്നിഹിതരായി. അവരോടൊപ്പം അപ്സരസുകളും നാഗകന്യകമാരും അവിടേക്ക് വന്നു ചേർന്നു. സാക്ഷാൽ മഹാദേവനും ഉമാദേവിയോടൊപ്പം അവിടേക്ക് എത്തിച്ചേർന്നു. രാജഋഷികളും ബ്രഹ്മഋഷികളും ഉൾപ്പെടെ അനേകം ബ്രാഹ്മണർ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. ഗോവർദ്ധനത്തിന്റെ ഓരോ ശിലയും രത്നമയ പ്രഭയാൽ തിളങ്ങി. അതിന്റെ സ്വർണ്ണശിഖരം ഉയർന്ന് ഭംഗിയായി നിലകൊണ്ടു. ഹിമാലയം, മഹാമേരു തുടങ്ങിയ മഹാപർവ്വതങ്ങൾ ദിവ്യരൂപം ധരിച്ച് കാഴ്ചദ്രവ്യങ്ങളുമായി വന്ന് ഗോവർദ്ധനത്തെ ഭക്തിപൂർവ്വം വണങ്ങി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നന്ദഗോപൻ ആദ്യം ഗോവർദ്ധനത്തെ ഭക്തിപൂർവ്വം പൂജിച്ചു. അതിനുശേഷം ബ്രാഹ്മണരെയും പശുക്കളെയും അഗ്നിയെയും ആരാധിച്ചു. ഗോവർദ്ധന സേവയ്ക്കായി ധനവും പൂജാസാമഗ്രികളും സമർപ്പിച്ചു. എല്ലാവരും ആനന്ദത്തോടെ ആടിയും പാടിയും ഭഗവാനോടൊപ്പം ഗോവർദ്ധനഗിരിയെ പ്രദക്ഷിണം വെച്ചു. അപ്പോൾ ദേവന്മാർ പുഷ്പങ്ങൾ വർഷിച്ചു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ഭുതകരമായൊരു ദിവ്യരൂപം സ്വീകരിച്ചു. ഞാൻ ഗോവർദ്ധനമാണ് എന്ന് അരുളി ചെയ്തുകൊണ്ട് ശൈലരൂപത്തിൽ തലയുയർത്തി സമർപ്പിച്ച എല്ലാ ഭോഗങ്ങളും സ്വീകരിച്ചു. ഈ ദൃശ്യം കണ്ട ഗോപികകളും ഗോപന്മാരും വിസ്മയഭരിതരായി നിന്നു. തങ്ങൾക്കും തങ്ങളുടെ ഗോക്കൾക്കും എന്നും സുഖസമൃദ്ധിയോടെ ജീവിക്കാനാകണമേ എന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയാവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു. പൂജയിൽ പങ്കെടുത്ത സകലരും ഗോവർദ്ധനത്തെ ഭക്തിപൂർവ്വം നമസ്കരിച്ച് തങ്ങളുടെ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി. ആരാണ് ശ്രീകൃഷ്ണന്റെ ചരിത്രവും ഗോവർദ്ധനോത്സവവും ഭക്തിപൂർവ്വം ശ്രവിക്കുന്നത്, അവരുടെ സർവ്വപാപങ്ങളും നശിച്ച് അവർ പവിത്രരായി മാറും എന്ന് നാരദൻ കൂട്ടിച്ചേർത്തു. ഇതോടെ 3-ാം ഖണ്ഡത്തിലെ 2-ാം അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഹരി ഓം.